ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റാഗി കൊണ്ടുള്ള മസാല ദോശയാണ്. ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും രക്തക്കുറവുള്ളവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും നമ്മുടെ എല്ലിനും പല്ലിനും ബലം കിട്ടാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഒക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. ഈ റാഗി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ ഉള്ളവർ ഈ വൈറ്റ് റൈസ് എടുക്കുന്നതിനേക്കാളും നല്ലത് ചുവന്ന അരി, അതായത് നവര അരി എടുക്കുന്നതാണ് നല്ലത്. റാഗിയും നവര അരിയും കൊണ്ടുള്ള ഒരു ഇഡ്ഡലി ബാറ്റർ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉലുവയാണ്. ഇനി ഇതെല്ലാം വെള്ളം തെളിയുന്നത് വരെ ഒരു 5-6 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഞാനിത് വെള്ളം തെളിയുന്നത് വരെ ഒരു 5-6 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു 6 മണിക്കൂർ ഇവിടെ അടച്ച് വെക്കുകയാണ്. 6 മണിക്കൂറിന് ശേഷം ഇതിലെ അരിയും റാഗിയും ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതൊരു 3 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇനി ഇതെല്ലാം അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ഒരു അളവിലാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതെല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങളിതൊരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് വെക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ അരച്ചെടുക്കുക. റാഗി കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവനും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഈ മിക്സി ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അതും ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു 10 മിനിറ്റ് നേരം ഈ തവി കൊണ്ട് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. തവി കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താലും ഈ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നന്നായിട്ട് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂർ നേരം അടച്ച് വെക്കാം. 8 മണിക്കൂറിന് ശേഷം ഈ മാവ് നന്നായിട്ട് തന്നെ ഫെർമെൻ്റായി കിട്ടും. അതിനുശേഷം ഈ മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. മാവ് ഫെർമെൻ്റായി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കുക. മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇഞ്ചിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ 2 മിനിറ്റ് നേരം വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സവാള നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ സവാള നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തതും 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷവും ഈ മഞ്ഞളിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക.
അതിനുശേഷം 2 പൊട്ടാറ്റോ നന്നായി വേവിച്ചിട്ട് ഉടച്ചെടുത്തതിന് ശേഷം അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടാറ്റോ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാലയുമായി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. പൊട്ടാറ്റോ ഈ മസാലയുമായി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റ് വേവിച്ചത് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശക്കുള്ള മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റുക. മാവ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പാനിൻ്റെ ചൂട് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോൾ ഒത്തിരി ചൂട് കുറഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ ചൂട് കൂടി പോവുകയും ചെയ്യരുത്. ചൂട് കുറഞ്ഞു പോയാൽ ദോശയുടെ അരികൊക്കെ കുക്കാവാതിരിക്കും. അതുപോലെ പാനിൻ്റെ ചൂട് ഒരുപാട് അങ്ങോട്ട് കൂടിപ്പോയാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് പരത്തിയെടുക്കാനും പറ്റൂല. അപ്പോൾ പാനിൻ്റെ ചൂട് എല്ലാ ഭാഗത്തും ഒരേപോലെ ആവണം, എന്നാലേ നമുക്ക് ഈ ദോശ പെർഫെക്റ്റ് ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ പാനിലേക്ക് ദോശമാവ് കോരി ഒഴിച്ച് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ദോശ നല്ല ക്രിസ്പി ആയിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇനി ഞാൻ ഈ ദോശയുടെ മുകളിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെയ്യ് ചേർത്ത് കൊടുത്താൽ റാഗിയിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് വളരെ വേഗത്തിൽ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെയ്യ് വളരെ ഹെൽത്തിയാണ്. omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നെയ്യ്. പിന്നെ അതുമല്ല നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ദോശക്ക് നല്ലൊരു ടേസ്റ്റുമാണ്. ഇപ്പോൾ ഇതാ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഈ ദോശയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ചൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. മസാല വെച്ച് കൊടുത്തതിന് ശേഷം ദോശ ഇതുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം ഞാൻ ഈ ദോശ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റാഗി മസാല ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. റാഗി കൊണ്ട് ഇതുപോലെ മസാല ദോശ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും റാഗി കൊണ്ട് ഇതുപോലെ മസാല ദോശ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്